നോക്കി മുന്നണികളും നേതാക്കളും ഒക്കെ പ്രചാരണത്തിൽ സജീവമാണ്. നാളെ കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങളും ഏതാണ്ട് പൂർത്തിയാകുന്നു. ഇന്നിപ്പോൾ കണ്ണൂർ ധർമ്മടത്ത് റോഡ് ഷോയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കളം നിറഞ്ഞു. പെർളശ്ശേരി മുതൽ പിണറായി വരെയായിരുന്നു റോഡ് ഷോ. മണ്ഡലത്തിലെ പരമാവധി ജനങ്ങളെ നേരിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുത്തത്. അർജുൻ കല്യാടാണ് ചേരുന്നത്. അർജുൻ, ഇന്നിപ്പോൾ സ്വന്തം മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രചാരണത്തിൽ സജീവമായി റോഡ് ഷോ നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി. എങ്ങനെയുണ്ട് അവിടുത്തെ പ്രചാരണം? വിനീത, തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ വോട്ടർമാരെ നേരിൽ കാണുന്നതിന് വേണ്ടിയുള്ള റോഡ് ഷോയാണ് ഈ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ ഇരുചക്ര വാഹനങ്ങളിലായി അണിനിരക്കുന്നുണ്ട്. മണ്ഡലത്തിലെ ജനങ്ങളെയെല്ലാം തന്നെ നേരിൽ കാണുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ മറ്റ് ജില്ലകളിൽ മുഖ്യമന്ത്രി പ്രചരണത്തിലെത്തിയിരുന്നു, മറ്റ് മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി പ്രചരണത്തിലെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് മണ്ഡലത്തിൽ അവസാനത്തെ ദിവസങ്ങളിൽ മാത്രമാണ് കാര്യമായ രീതിയിൽ നേരിട്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിനു വേണ്ടി ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 2 ദിവസമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ മണ്ഡലത്തിലെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഓരോ പൊതുയോഗങ്ങളിലേക്കെത്തി പരമിൽ കണ്ട് വോട്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഇത്തരത്തിൽ റോഡ് ഷോയുമായി മണ്ഡലത്തിലാകെ കളം നിറയുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട താരപ്രചാരകരാണ് ആരാണ് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അവരുടെ ക്യാപ്റ്റൻ മുഖ്യമന്ത്രി തന്നെയാണ്. മറ്റ് പ്രധാനപ്പെട്ട CPIഎമ്മിൻ്റെ കേന്ദ്ര നേതാക്കളെല്ലാം ഈ പറയുന്ന രീതിയിൽ കേരളത്തിലേക്ക് പ്രചരണത്തിനെത്തിയിരുന്നു. പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പ്രചരണത്തിനെത്തിയിരുന്നുവെങ്കിൽ കൂടിയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആരാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ രീതിയിൽ തന്നെ ഉത്തരം അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. എന്തായാലും ധർമ്മടത്തുകാർക്ക് ഏറ്റവും പ്രധാനമായി അവരെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത് ഇക്കുറിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുമെന്നുള്ളത് തന്നെയാണ്. ഏറെക്കുറെ അത് ഉറപ്പിക്കുകയും ചെയ്ത കാര്യമാണ്. എന്തായാലും വലിയ രീതിയിൽ വലിയ ആവേശത്തിൽ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ കൊട്ടിക്കലാശത്തിന് തൊട്ടു മുൻപായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പിൽ റോഡ് ഷോയുമായി കളം നിറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും LDF പ്രവർത്തകരും. നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങൾ വഴികളിൽ കാത്തുനിന്ന ഈ പറയുന്ന മണ്ഡലത്തിലെ വോട്ടർമാരോടെല്ലാം നേരിട്ട് മുഖ്യമന്ത്രി വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പെരളശ്ശേരി മുതൽ പിണറായി വരെയാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിൽ, അതായത് പ്രത്യേകമായി നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങളിലാണ് മുഖ്യമന്ത്രി ഈ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്നത്. ആ തുറന്ന വാഹനത്തിൽ എഴുതി വച്ചിരിക്കുന്ന ക്യാപ്ഷൻ പോലും ഏറെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. അതിൽ എഴുതി വച്ചിരിക്കുന്ന ക്യാപ്റ്റൻ എന്നുള്ള പേരെഴുതിയിട്ടുള്ള വാഹനത്തിലാണ് മുഖ്യമന്ത്രി ധർമ്മടത്തെ ഇളക്കി മറിച്ചിട്ടുണ്ട്. പെർളശ്ശേരി മുതൽ പിണറായി വരെയായിരുന്നു റോഡ് ഷോ സംഘടിപ്പിച്ചത്. ഏതായാലും അണികളെ, വോട്ടർമാരെയൊക്കെ നേരിൽ കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ധർമ്മടത്ത് സജീവമായി തന്നെ ഉണ്ടായിരുന്നു. അവിടെ VP അബ്ദുൾ റഷീദാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, യുവ സ്ഥാനാർത്ഥി, അവിടെ സജീവമായി തന്നെയുണ്ട്.